നമുക്ക് ബാലിന്റെ ഗോമതിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി എന്തൊക്കെ വന്നാലും ശരി, താന് ശ്രീദേവിയെ ഭാര്യയായിട്ട് സ്വീകരിക്കില്ല എന്ന് ആനന്ദ് തീരുമാനിക്കുകയാണ്. ആനന്ദിന്റെ ആ തീരുമാനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് മീനുവിനും ഇത്രയ്ക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ആനന്ദ് ഡിവോഴ്സിന് ശ്രമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സഹിച്ചില്ല. നിസ്സാര കാര്യമല്ല സംഭവിക്കാൻ പോകുന്നത്. ഒടുവിൽ മീനും മിത്രയൊക്കെ ഒരു കാര്യം തീരുമാനിച്ചു, ആനന്ദേട്ടനൊന്ന് ഒന്ന് സംസാരിക്കാൻ വേണ്ടി. അങ്ങനെ ഡിവോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവയെന്ന് ആനന്ദിനെ ഉപദേശിക്കുന്നുണ്ട്. ആനന്ദേട്ടാ, ഇതിനകത്ത് ശ്രീദേവി ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല. ദേവി ചേച്ചിയുടെ സാഹചര്യം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തു പോയത്. ഒരു തവണത്തേക്ക് ആനന്ദേട്ടൻ ഒന്ന് ക്ഷമിക്കുക. ദേവി ചേച്ചിയോട് സംസാരിച്ച് കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറും. അല്ല, ദേവി ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെയല്ലേ ഫ്രോഡുകൾ. ദേവി ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. ദേവി ചേച്ചി ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആനന്ദ് സംഭവിച്ചില്ല. ആനന്ദ് പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ എല്ലാം അടക്കി പിടിച്ച കൊണ്ടുനടക്കുമായിരുന്നു. ഇനി എനിക്ക് വയ്യ മീനു, എനിക്ക് ഇനിയെങ്കിലും ജീവിക്കണം. അവളോടൊപ്പം ജീവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓരോ നിമിഷം ഭയമാണ്. അവൾ എപ്പോഴും എങ്ങനെ കള്ളത്തരം പറയണമെന്ന് എനിക്കറിയില്ല. അവൾ സത്യമാണോ പറയണമെന്നും അറിയില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ജീവിതം തന്നെ തകർന്നു പോകും. ഇപ്പം തന്നെ കണ്ടില്ലേ? അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ആനന്ദേട്ട അതല്ല, ദേവി ചേച്ചി എന്ത് തെറ്റാ ചെയ്തേ? ദേവി ചേച്ചി കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കള്ളത്തരങ്ങളല്ലേ? നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവളെ ഇതിനു മുമ്പ് തന്നെ ഞാൻ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അനുവിൻ്റെ കല്യാണത്തിന് സമയത്ത് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞു വിട്ടതാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് അവളെ ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് കയറ്റിയത്. അല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവളെ ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് കയറ്റില്ലായിരുന്നു. അവൾ ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു പറഞ്ഞു. എന്നിട്ട് അവൾ ആ കുഞ്ഞിനെ കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞില്ലേ? എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മീനു പറഞ്ഞു, ആനന്ദേട്ടാ അതിൽ ദേവി ചേച്ചിനെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു. കുറ്റപ്പെടുത്തണ്ടെന്നോ? അതെ, ദേവി ചേച്ചി അതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ തെറ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ്. കാര്യം പറ, എന്താ മീനു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ഞാൻ പറയാം എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. പിന്നീട് അന്ന് അലോക് വീട്ടിലേക്ക് വന്നതിനുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ദേവി ചേച്ചി ഹോസ്പിറ്റലായത് എങ്ങനെയാണെന്നുള്ള കാര്യം അത് കേട്ടതും ആനന്ദിന് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. ആനന്ദ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ കാര്യങ്ങൾ. കുറേ നിമിഷത്തേക്ക് ആനന്ദൊന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, എന്നാലും ശരി, കുഞ്ഞു പോയത് അവളുടെ തെറ്റുകൊണ്ടല്ല, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഉണ്ടെങ്കിലോ, അവൾ കാരണം ഞാൻ ഇത്രയും നാൾ ഉരുകി ജീവിക്കുമായിരുന്നല്ലോ. എനിക്കിനി ജീവിതത്തിൽ നിന്നൊരു മോചനം വേണം. എനിക്കിതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആനന്ദിനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എത്രയൊക്കെ പറഞ്ഞാലും ആനന്ദേട്ടനത് കേൾക്കാൻ പോകുന്നില്ല. ആനന്ദേട്ടൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് ഇത്. പിന്നീട് ആനന്ദി എന്നിട്ട് ബാലനോടും ഗോമതിയോടും തൻ്റെ കുഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. സത്യമാണെന്നറിയേണ്ട മീനും മിത്രയൊക്കെ പറഞ്ഞ് ഒടുവിൽ ഗോമതിക്കും ബാലനും ഒക്കെ പറയേണ്ടതായിട്ട് വന്നു. ആ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ മുമ്പ് ഞാൻ അറിയുമായിരുന്നെങ്കിൽ എനിക്ക് അവളോട് ഇത്തിരി ദയൊക്കെ തോന്നിയാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴങ്ങനെയൊന്നും തോന്നില്ല. അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടതുകൊണ്ട് എൻ്റെ ജീവിതം രക്ഷപ്പെട്ടെന്ന് കരുതിയാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിനുള്ള പ്രതികാരം ഞാൻ കൃഷ്ണമംഗലംകാരോട് ചെയ്തോളാം. ഞാൻ ഒന്നിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ആ ലോകിനോട്ടുള്ള ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു, വേണ്ട മോനെ, ഇനിയിപ്പം നീ ഒരു പ്രശ്നത്തിനൊന്നും പോകണ്ട. അറിയാലോ ഇപ്പോഴത്തെ നിന്റെ സാഹചര്യം അത്ര ശരിയല്ല. ഒന്നാമത്തെ കാര്യം, കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുമല്ലേ. കോമതി പറഞ്ഞു, അതേടെ മോനെ, വെറുതെ ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകണ്ട. തൽക്കാലത്തേക്ക് നീ ഒന്ന് സമാധാനം വിട്ടിരിക്കുക. എന്താണെങ്കിലും അവന് കിട്ടേണ്ട ശിക്ഷ അവന് നിന്റെ കിട്ടിയല്ലോ അലോകിനും എന്നൊക്കെ പറഞ്ഞാലോ ആനന്ദിനെ ഒന്ന് സമാധാനിപ്പിച്ചു. ബാലനും ഗോമതിയും പറഞ്ഞാൽ പിന്നെ ആനന്ദ് എഴുതിയപ്പരൊന്നും പറയത്തില്ലല്ലോ. പിന്നീട് അനു പതിവ് പോലെ തന്നെ കോളേജിലേക്ക് പോകാനായിട്ട് തുടങ്ങണം. അപ്പം ഈ അനുവിനെ കാണണം, മിണ്ടണം എന്നൊക്കെ അലോകിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പഴയതുപോലെയല്ല, താൻ അവളെ വഞ്ചിച്ചു. തന്നോടൊപ്പം ഒരു നല്ല ജീവിതം അവൾ ആഗ്രഹിച്ചിരുന്നതാണ്. എന്നിട്ടോ അവളുടെ ജീവിതം ഇല്ലാതാക്കാനാണ് താൻ ശ്രമിച്ചേ. സ്നേഹം നടിച്ച് അവളെ വഞ്ചിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവളുടെ കല്യാണം മുടക്കി. പാവമാണ് അവള് എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകാൻ തുടങ്ങി. അവളോട് എങ്ങനെയല്ലെന്നും കണ്ട് സംസാരിച്ചൊന്നും മാപ്പ് പറയണമെന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അപ്പം ഇനി എന്താണെങ്കിലും അനുവിന് സിവിൽ സർവീസ് എഴുതണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തണം. ബാലന് എന്ത് വേണമെങ്കിലും പഠിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര വേണമെങ്കിലും പഠിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ കല്യാണ കാര്യത്തെക്കുറിച്ചൊന്നും പറയില്ല എന്ന് പറഞ്ഞു. അനുവിനത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കാരണം ബാലനും ഒരു കുടുംബം മൊത്തം തന്നോടൊപ്പം നിൽക്കുന്നുണ്ട്. തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങനെ അനു പഠിക്കാനായിട്ട് പോകുന്നത്. അനു പഠിക്കാനായിട്ട് പോണ സമയത്ത് ആ ലോകം അനുവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്.
അങ്ങനെ കാത്തു നിന്ന് വഴി വെച്ച് അനുവിനെ കണ്ടു കഴിയുമ്പോഴത്തേനും അലോ അങ്ങോട്ട് വന്നു. അലോവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അനുവിന് വല്ലാത്തൊരു ടെൻഷനായി. ഇവൻ എന്തിനാ വരുന്നതെന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിൽ. അങ്ങനെ അനുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അലോക വന്നിട്ട് പറഞ്ഞു, അനു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? എനിക്ക് നിന്നോടൊന്നും സംസാരിക്കല്ല അനു, പ്ലീസ് അനു, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു. അത് എൻ്റെ തെറ്റുകൊണ്ട് സംഭവിച്ചു പോയതാ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. പ്ലീസ് അനു, ഞാനൊന്ന് പറയുന്ന കേൾക്ക്. അല്ല എന്താന്ന് വെച്ചാൽ കാര്യം പറഞ്ഞീയ. ഞാൻ പറഞ്ഞല്ലോ നിന്റെ സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. നീ എൻ്റെ ജീവിതം നശിപ്പിച്ചു. പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എനിക്ക് എൻ്റെ വീട്ടുകാരോടൊപ്പം നിൽക്കാൻ പറ്റി. പിന്നെ എൻ്റെ ഇഷ്ടം എത്രത്തോളം വേണം പഠിക്കാനും പറ്റും. എനിക്ക് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം. അനു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ജയിലിലായി കഴിഞ്ഞപ്പോഴാണ് എനിക്കതാ എൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടത്. ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്നോട് ക്ഷമിക്ക്. എനിക്ക് നിന്റെ കാല് പിടിച്ച് മാപ്പറണമെന്നുണ്ട്. അന്ന് ആ കോടതി വളപ്പി വെച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ളതാ. അല്ലാതെ നിന്നെ വെറുതെ മോശമാക്കാണ്ട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞല്ല അനു. ഇപ്പം നിന്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. എനിക്ക് അതിൻ്റെ സങ്കടം ഉണ്ട് താനും. അവിടെ മാമനാണെങ്കിൽ നല്ല വിഷമമാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അനു പറഞ്ഞു, അലോകെ ഇനി നീ എന്തൊക്കെ പറഞ്ഞ് എൻ്റെ അരികിലേക്ക് വന്ന് പറഞ്ഞാലും എനിക്ക് നിന്നോട് ഒരു സെൻറ്റിമെൻറ്റ്സും ഉണ്ടാകാൻ പോകുന്നില്ല. വരിക്ക് പോകുന്നൊക്കെ. അപ്പോഴേക്കും അലോക പറഞ്ഞു, അനു പ്ലീസ് അനു, ഞാൻ പറയുന്നൊന്ന് കേട്ടോ. എനിക്കൊന്നും നിന്നോട് പറയാനുമില്ല കേൾക്കാനുമില്ല. അപ്പോഴേക്കും അലോക കയ്യിലേക്ക് കയറി പിടിച്ചു. അനു പ്ലീസ് അനു, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. കൃത്യസമയത്ത് തന്നെയാണ് ആരിൻ്റെ വരവ്. ആരിൻ്റെ ഉള്ളയുടെ വരുമ്പത്തേനും അനുവിൻ്റെ കയ്യിലേക്ക് അലോക പിടിച്ചേക്കുന്നുണ്ട്. പെട്ടെന്ന് ആരിൻ്റെ അങ്ങോട്ട് പാഞ്ഞു വന്നു. എടാ നീ എന്താടാ കാണിച്ച് എൻ്റെ പെങ്ങടെ കയ്യെ പിടിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് അലോകനെ എടുത്തിട്ട് അടിക്കണം. അപ്പോഴേക്കും അലോ പറഞ്ഞു, ആര്യ ഞാൻ മോശമായിട്ട് പിടിച്ചല്ല, എനിക്ക് ചില കാര്യങ്ങൾ പറയാണ്ടായിരുന്നു, മിണ്ടരുത് നീ. അപ്പോഴേക്കും അനു പറഞ്ഞു, വേണ്ട അനുചേട്ടാ വേണ്ട, അവനെ തല്ലുമൊന്നും വേണ്ട, അവനെ വിട്ടാക്കാൻ പറഞ്ഞു. പക്ഷേങ്കിൽ ആരിന് ഭയങ്കര ദേഷ്യമായിരുന്നു. ആരിന് അനു എന്നിട്ട് വീണ്ടും അടിച്ചു. ഒടുവിൽ അനു ഇടയ്ക്കിലേക്ക് കയറി, വേണ്ട പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അലോക് നിന്ന് കൊണ്ടതല്ലാതെ അലോക് തിരിച്ചൊരു തല്ല് പോലും തല്ലിയില്ല. കാരണം അലോകിന് തല്ലാൻ പറ്റുമായിരുന്നില്ല. മുമ്പത്തെ അലോകാണ് തിരിച്ചു തല്ലി വെല്ലുവിളികളൊക്കെ നടത്തിയാലും. ഒടുവിൽ ആര്യൻ അനുവിനോട് പറഞ്ഞു, വന്ന് ബൈക്കിലേക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ ബൈക്കിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും അലോക് പറഞ്ഞു, അതെ ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നാ, അല്ലാതെ നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നോ, നിന്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്താനും വന്നല്ലേനോ എന്ന് പറഞ്ഞു. ഒന്നും മിണ്ടാതെ പോടാ എന്നും പറഞ്ഞുകൊണ്ട് ആര്യം പെട്ടെന്ന് ബൈക്ക് എടുത്തോണ്ടും കൂടെ പോയി. അലോകിന് നല്ല വിഷമായി. പക്ഷേ അലോകിനറിയാം ഇപ്പം ഈ പറയുന്ന ആരുടെ സ്ഥാനത്ത്, ഒരാങ്ങളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. സ്വന്തം പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചവനോട് ഇങ്ങനെയൊക്കെ പെരുമാറുള്ളൂ. അങ്ങനെ അലോക് വിഷമിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. അലോകിൻ്റെ കോലം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്യുതനും രാശ്രിയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അലോകന് വ്യക്തമായിട്ടുള്ള മറുപടിയൊന്നും പറഞ്ഞില്ല. അലോകിനറിയാൻ താനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രശ്നം ഇതായിരിക്കുമെന്ന്. അങ്ങനെ ഒടുവിൽ അലോക മുറിയിലേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും രാശ്രി പറഞ്ഞു, ഇത് അച്യുതാട്ട എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നത്. മിക്കവാറും ദേവമംഗലക്കാരായിട്ടായിരിക്കും. അവൻ മനഃപൂർവ്വം നമ്മളോട് പറയാതിരിക്കുന്ന. ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവൻ്റെ വിവാഹം നടത്തണം. അവൻ്റെ വിവാഹം ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്യുതൻ അലോകിൻ്റെ വിവാഹം അമേരിക്കക്കാരൻ്റെ മോളുമായിട്ട് നടത്താനായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയത്ത് എങ്ങനെയെങ്കിലും ഏത് വിധേനയാണെങ്കിലും ശ്രീദേവിയെ ദേവമംഗലത്തേക്ക് പറഞ്ഞുവിടും. കാരണം വിദ്യക്ക് നല്ലൊരു ആലോചന വന്നിരിക്കുക. എങ്കിലേ നടക്കുകയുള്ളൂ. അപ്പം അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും പുതിയ ട്രിക്കുകളും കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല ശ്രീകലയുടെ. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.